അത്തരം സ്ഥലങ്ങളിലൊക്കെ ഉപയോഗം തന്നെ ഒന്ന് നിയന്ത്രിക്കണം. ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ, അതിലിപ്പോൾ അടുത്തല്ലൊക്കെ ഖത്തീബായൊക്കെ പോകുന്നവരുണ്ടാവും ഉസ്താദ്. കാരണം അതിലൊക്കെ ഈ ഉത്തരവാദികൾ ഉസ്താദുമാരാണ്, കമ്മിറ്റിക്കാരവരല്ല. ഇവിടൊക്കെ കമ്മിറ്റിക്കാർ ഇടപെടാനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ചില പള്ളികളിൽ ഇപ്പം എൻ്റെ അനുഭവം തന്നെ, റമളാനിൽ തറാവീഹ് ഉറങ്ങുന്നവരുണ്ടോ? ആരോ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിന്നാണ് ഉറക്കത്തിൽ ഒരു കേൾക്കോ? അപ്പോൾ തറാവീഹ് 20 റക്അത്തും പുറത്തേക്ക് സ്പീക്കർ ഇട്ട് നിസ്കരിക്കുന്ന ഇമാമുകളെ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തിനാണത്? എന്താ കൊണ്ടുള്ള മസലത്ത്? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. നമ്മളെ നാടിൻ്റെ പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കി സ്വയം ഒരു നിയന്ത്രണം നല്ലതാണ് ഒന്ന്. പിന്നെ അത് അങ്ങനെ ഒരു റഫ് സൗത്ത് മത്ലൂബായതാണോ? ബാങ്കൊക്കെ ആണെങ്കിൽ അതിന് റഫ് സൗത്തിൻ്റെ തൊലബുണ്ട് നിൽക്കുക. നിസ്കരിക്കുന്ന ഇമാമ് എന്തിനാണ്? പള്ളിയിൽ തന്നെ ആവശ്യമില്ല, ആകെ 2 ആളെ ഉള്ളൂ, നമ്മൾ മൈക്കന്നെ ആവശ്യമില്ല. എന്തിനാണത്? എന്തിനാണ് ഇത് നമ്മളല്ലേ, കമ്മിറ്റിക്കാരല്ല. ഇവിടത്തൊക്കെ ചിലപ്പോൾ കമ്മിറ്റി ഇടപെടലുണ്ടാവും. നമ്മളെ ഭാഗത്തൊന്നും കമ്മിറ്റി ഒന്നും വല്ലാതെ ഇടപെടില്ല. ഉസ്താദാണ്ട് തീരുമാനിക്കല അപ്പം എപ്പോഴൊക്കെ മൈക്ക വെക്കേണ്ടത് എന്നുള്ളത്. അവസാനം കമ്മിറ്റി ഇടപെടാൻ തുടങ്ങും ഈ കോലത്തിലായാൽ. ആകെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ, എന്തിനാണ് നിസ്കാരത്തിന് മൈക്ക് ഉപയോഗിക്കുന്നത്? ഇനി ആൾ കൂടുതലുണ്ടെങ്കിൽ പള്ളിയിൽ ബോക്സ് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ പള്ളിയിലുള്ളവർ കേൾക്കുന്ന കോലത്തിൽ പോരെ. എന്തിനാണ് ഈ ഒരു ആഴ്ചയിലുള്ളൊരു ക്ലാസ്സോ സലാത്തോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരിസരത്തെ വീടുകളിൽ സ്ത്രീകൾ കൂടി കേട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മളൊരു മസലഹത്ത് അവിടെ വെക്കുക. വേറെ മലറത്തില്ലെങ്കിൽ നമുക്ക് പരിഗണിക്കാമെന്നും വെക്കുക. ഈ ജമാഅത്തിൻ്റെ 20 റക്അത്ത് തറാവീഹ് ഉണ്ടായ അനുഭവം പറഞ്ഞത്. അയാൾ എന്താ പിള്ള കൊടുക്കട്ട് അടുത്ത പെരയിൽ ഏതെങ്കിലും സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ശല്യമാവില്ലേ? നിങ്ങൾ പറയും. അടുത്ത പെരക്കാർക്ക് ഏതായാലും ഇങ്ങോട്ട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് വിടുന്നത്? അതുകൊണ്ട് ആലിമീങ്ങൾ മൂല്യന്മാർ ഇറങ്ങറുണ്ടാക്കരുത്. ചില നിയന്ത്രണമൊക്കെ സ്വയം നിയന്ത്രണം വേണം. അതുപോലെ പള്ളി ഹയാത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 25,000 മനസ്സിൽ ഉറങ്ങാനാക്കൂല ചില ഇമാമുകൾ. നിങ്ങളൊന്നും കരുതരുത്, ഞാൻ ലളിതമായിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ പറയുന്ന ആളാണ്. ഹയാത്താക്കണോ ചിലപ്പോൾ ആരാണ്ടാകും, 1 വയസ്സൻ 2 വയസ്സന്മാരും 4 കുട്ടികളും. പിന്നെ നേരം പൊഴുക്കോളം ഇയാൾ വൃദ്ധല്ലല്ല ബൈക്കിലിരുന്ന് കണ്ട് അയാൾക്ക് ഇന്നലെ മൈക്കല്ലാതും ചെല്ലിയപ്പോരപ്പത്. അല്ലെങ്കിൽ ബോക്സ് ഇട്ടോട്ടെ, ബോക്സ് ആളുകൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ട ചായ എടുത്തോട്ടെ. ഇത് ഈ അടുത്തുള്ള മുഴുവൻ പള്ളികളിൽ നിന്നും ഇതാണ്ട് വിട്ടായി നാട്ടിൽ വേറെ ആർക്കും ഉറങ്ങണ്ടേ? 27-ാമാണ് നിങ്ങൾ എന്തിനാ ഉറങ്ങണമെന്ന് എന്നോട് ചോദിക്കാൻ പറ്റുമോ? എന്നോട് ഷറ എനിക്ക് ഉറക്കാൻ അനുവദിച്ചതല്ലേ? നിങ്ങളെന്തീ പറയുന്നത്? ഇങ്ങനെ മനുഷ്യന്മാരെ ശല്യം ചെയ്യരുത്. അതിനൊക്കെ കാരണം ഈ മൂല്യന്മാരാണ്. മൂല്യന്മാർക്ക് എങ്ങനെ തന്നെ മൈക്കുണ്ടായാലേ ഇപ്പോൾ ക്ലാസ് കിട്ടുള്ളൂ. അവിടെ എത്തിക്കണം. കാര്യമായിട്ട് സോക്കലുണ്ട്. കിട്ടിയ ചാൻസിൽ പറയാൻ ഞാൻ ആദ്യം പറഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. കുറച്ച് ആളുകളിലേക്ക് എത്തും. മർക്കതിൽ എൻ്റെ ക്ലാസ്സുകളിൽ നിരന്തരം ഞാൻ പറയാറുണ്ട് ഈ സംഗതി. കിട്ടുന്നിടത്തൊക്കെ പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിങ്ങളോടും പറഞ്ഞതാണ്. കാരണം അത് കൂടിപ്പോവുകയാണ്. കൂടിപ്പോവുകയാണ്. ഞമ്മക്കുണ്ട് ഒരു ഉഷാറിന് കിട്ടണമെങ്കിൽ ബൈക്കാൻ. അതും പോയിട്ട് ഇപ്പോൾ എക്കോട്ടിട്ടാണ് ചിലയിടത്ത് കുത്തുബ ഓതല്. കഴിഞ്ഞ റമദാനിൽ മലപ്പുറം ജില്ലയിലൊരു ഖത്തീബ് കുത്തുബോധി, ഇപ്പം എൻ്റെ മൊബൈലുണ്ടോ എന്ന് അറിയില്ല, ഒരാൾ എനിക്ക് വിട്ടു തന്നു എക്കോട്ടിട്ട് കുത്തുബോധിയത്. അങ്ങനെ കേട്ടാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലകത്വ അസ്വസ്ഥത നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. കമ്മിറ്റിക്കാർ വെച്ചാലും അത് വെക്കണ്ടല്ലോ. ഇതിന് ആവശ്യത്തിനുള്ളൊരു നിയന്ത്രണവും സ്വയം ആലിമീങ്ങൾ വേണം. ആലിമീങ്ങൾ ഈ പ്രകടന ത്വര കൂടി വരികയാണ്. ഞാൻ പറയും ഒക്കെ കാട്ടിക്കൂട്ടല, ഒച്ചിമ്പിളിയും കൂട്ടാണ്ടിട്ട്. ഞാൻ മുത്താലിങ്ങളോട് തമാശ പറയുമ്പോൾ പറയാം, അഹ്ലുസുന്ന വൽ ജമാ എന്നുള്ള അഹ്ലു സൗത്തി വൽ ജമാഅത്തായി മാറുകയാണ്. ഒച്ചിമ്പിളിയും കൂട്ടാൻ കുറച്ച് ടീം. അതുകൊണ്ട് എല്ലാവരോടും കിട്ടിയ ചാൻസിൽ പറയുന്നു, ഉമ്മത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി, നമ്മുടെ പള്ളികളുടെ മസ്ലഹത്തിന് വേണ്ടി, നമ്മുടെ ഇബാദത്തുകളുടെ മസ്ലഹത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ശീലിക്കേണ്ടിയിരിക്കുന്നു.